രാവിലെ തന്നെ ലക്ഷ്മീനെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ഷാനവാസ്. ഇന്ന് മോർണിംഗ് ഫുഡ് എല്ലാവർക്കും ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഇന്നത്തെ മോർണിംഗ് ഫുഡ് ഉണ്ടാക്കിയത് ലക്ഷ്മിയും അനുവും ഉൾപ്പെടെയുള്ളവരാണ്. ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയത് ഷാനവാസിൻ്റെ കിച്ചൺ ടീമാണ്. ഷാനവാസ് ആയിരുന്നു ക്യാപ്റ്റൻ. ഇന്നലെയും ഇതേ സമയത്ത് തന്നെയാണ് ഫുഡ് കൊടുത്തത്. അപ്പോൾ ലക്ഷ്മി ഇന്നലെ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, ഇന്നലെ താമസിച്ചല്ലേ കിട്ടിയത്, എല്ലാവർക്കും വിശക്കുമ്പോൾ കൊടുക്കണ്ടേ, നിങ്ങളെന്താ നേരത്തെ ഉണ്ടാക്കാത്തത്, ഷാനവാസിൻ്റെ കിച്ചണും ക്യാപ്റ്റനും വളരെ മോശമാണെന്ന് ഇന്നലെ പറഞ്ഞു. ഇന്നലെ കൊടുത്ത അതേ സമയത്ത് തന്നെയാണ് ഇന്നും മോർണിംഗ് ഫുഡ് കൊടുത്തത്. അപ്പോൾ ഷാനവാസ് അത് ചോദ്യം ചെയ്തു, ഇന്നലെ നീ വലിയ കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല, അപ്പോൾ ഇന്ന് നീ എന്താ നേരത്തെ കൊടുക്കാത്തത്? ഇങ്ങനെ ഇന്നലെ ഡയലോഗ് അടിച്ച ആൾക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കണം. ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കാനുള്ള ചങ്കൂറ്റം വേണം, അല്ലെങ്കിൽ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ല. ഇന്നലെ കൊടുത്ത അതേ സമയത്ത് തന്നെയാണ് ഇന്നും ഫുഡ് കൊടുത്തത്. പിന്നെ നീ എന്തിനാ വലിയ ഡയലോഗ് അടിക്കുന്നതെന്ന് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നു, ഇന്ന് പൂക്കളം ഇടാനുള്ള ടാസ്കിൽ എല്ലാവരും പങ്കെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, അപ്പോൾ ഞാനും പോയി എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇന്നലെയും പൂക്കളം ഇടാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല ഈ കിച്ചൺ ടീമിലെ ഡ്യൂട്ടി ചെയ്യുന്നതും ഒരു ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ്, അത് നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സമയത്തെ ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്നലെ വലിയ ഡയലോഗ് അടിച്ചതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇന്ന് കൃത്യമസമയത്ത് തന്നിട്ടൊന്നുമില്ലല്ലോ, ഇന്നലെ ഞങ്ങൾ തന്ന അതേ സമയത്ത് തന്നെ ഇന്നലെ നിങ്ങൾ തരുന്നതെന്ന് ചോദിക്കുന്നു. ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഡിഫെൻഡ് ചെയ്യാനില്ല. അത്തപ്പൂക്കളത്തിൻ്റെ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അതിൻ്റെ ഇടയിൽ അനീഷൊക്കെ കയറുന്നുണ്ട്, നിങ്ങൾ ഇപ്പം തന്നെ കിച്ചണിൽ കയറിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചക്കഞ്ഞി പോലും കിട്ടത്തില്ല, ഇപ്പോൾ തന്നെ കയറിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 5 മണിക്ക് പോരാ ഭക്ഷണം എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെല്ലെ നീ പോയി പണിയെടുക്കുക, നീ വായടച്ചിട്ട് പോയി പണിയെടുക്കടി എന്ന് പറഞ്ഞ് ലക്ഷ്മീനെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഒരു കാര്യവുമില്ലായിരുന്നു, ഇന്നലെ വന്നപ്പോൾ തന്നെ വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ കുറ്റം പറയാൻ പോയതാണ്. അവസാനം ഷാനവാസ് ഒരു ഡയലോഗും കൂടെ പറയുന്നുണ്ട്, നീ ഇന്നലെ കയറി വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന 10-25 ദിവസം നിന്ന് ഞങ്ങളെ ഒരുമിച്ച് വിഴുങ്ങാൻ നീ വിചാരിച്ചോ? നീ പോയി വായടച്ചിട്ട് പണിയെടുക്കടി എന്ന് പറഞ്ഞ് ലക്ഷ്മിനെ നൈസായിട്ട് കിച്ചണിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.